എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വിഷയത്തിലേക്ക്, ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം വേഴത്തിന്റെ രാശിമാറ്റത്തെ പറ്റിയാണ്. കഴിഞ്ഞ ഒക്ടോബർ 18-ാം തീയതി വേഴം മിഥുനൻ രാശിയിൽ നിന്നും കർക്കിടകൻ രാശിയിലേക്ക് മാറിയിരുന്നു. അതൊരു താൽക്കാലിക പ്രതിഭാസമാണ്. ഇപ്പോഴിതാ വേഴം വീണ്ടും കർക്കിടകൻ രാശിയിൽ നിന്നും, അതായത് കർക്കിടകൻ രാശി വേഴത്തിന്റെ ഉച്ചരാശിയാണ്. അപ്പൊ കർക്കിടകൻ രാശി വേഴത്തിന്റെ ഉച്ചരാശിയിൽ നിന്നുകൊണ്ട് തന്നെ വേഴം 2025 ഡിസംബർ 5-ാം തീയതി വേഴം വീണ്ടും മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു. അതിനെയാണ് വക്രഗതി എന്ന് പറയുന്നത്. ഏത് ഗ്രഹവും വക്രത്തിലാകാറുണ്ട്. എന്നാൽ ശുഭഗ്രഹങ്ങളെല്ലാം വക്രത്തിലാവുമ്പോൾ അവർ ഫലദാനശേഷി കൂടും. അവർക്ക് ഫലദാനശേഷി കൂട്ടിത്തരാൻ സാധിക്കും. അതുപോലെ തന്നെ ഉച്ചത്തിൽ നിൽക്കുമ്പോഴും ഫലദാനശേഷി കൂടുന്നതാണ്. അപ്പൊ വേഴം ഉച്ചത്തിൽ നിന്നുകൊണ്ട് തന്നെ വീണ്ടും വക്രത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ ഈ ഡിസംബർ 5-നാണ് വേഴം മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ വേഴം ഇപ്പൊ നിൽക്കുന്നത് കർക്കിടകൻ രാശി, അതിന്റെ ഉച്ചരാശിയിലാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള വീഡിയോ നേരത്തെ ഞാൻ ഇട്ടിരുന്നു. ഇപ്പോഴിതാ വേഴത്തിന്റെ വീണ്ടും രാശിമാറ്റം വരും. അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ വേഴത്തിന്റെ വീണ്ടും വരുന്ന രാശിമാറ്റം ഇതൊക്കെ താൽക്കാലിക പ്രതിഭാസമാണ്. ഇതൊക്കെ കുറച്ച് നാളത്തൊക്കെ ഉണ്ടാവുള്ളൂ. വേഴം ഡിസംബർ 5-നാണല്ല അതിലേക്ക് പ്രവേശിക്കുന്നത്. വീണ്ടും പിന്നെ ജൂൺ വരുമ്പോൾ വീണ്ടും വേഴത്തിന്റെ രാശിമാറ്റം വരും. അപ്പൊ അതേവരെയും വേഴം ഈ വക്രഗതിയിൽ മിഥുനൻ രാശിയിൽ നിൽക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ വേഴത്തിന്റെ നിൽപ്പനുസരിച്ച് ഗജകേസരി യോഗം വരുന്ന ചില നക്ഷത്രക്കാരുണ്ട്. ഗജകേസരി യോഗം, അതായത് ചന്ദ്രന്റെ കേന്ദ്രസ്ഥാനത്ത് വേഴം നിൽക്കുമ്പോഴാണ് ഈ യോഗം വരുന്നത്. ചന്ദ്രന്റെ കേന്ദ്രസ്ഥാനത്ത്. അപ്പൊ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളാണ്. അപ്പൊ നക്ഷത്രങ്ങളുടെ ഓരോ നക്ഷത്രങ്ങളുടെ, ഞാൻ ഇനി പറയാൻ പോകുന്ന ചില നക്ഷത്രങ്ങളുടെ കേന്ദ്രസ്ഥാനത്തേക്ക് വേഴം വരെയാണ്. കേന്ദ്രം എന്ന് പറഞ്ഞാൽ 1, 4, 7, 10 ഇത് കേന്ദ്രസ്ഥാനം. 1, 4, 7, 10 ഈ ഭാവങ്ങൾ. അതിനെ വിഷ്ണു സ്ഥാനങ്ങൾ എന്നും പറയും ഇതിനെ. അപ്പൊ ഈ കേന്ദ്രസ്ഥാനത്തിനെയാണ് വിഷ്ണു സ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ ഈ കേന്ദ്രസ്ഥാനത്തേക്ക് വേഴം വരുമ്പോൾ ആദ്യമായിട്ട് തന്നെ വരുന്നത് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾക്കാണ് ഗജകേസരി യോഗം വരുന്നത്. ഈ ഗജകേസരി യോഗം അതിനെപ്പറ്റി കൂടുതൽ ഞാൻ പറയാം. എന്നാൽ മിഥുനൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? മകീരം, മര, തിരുവാതിര, പുണർദം, മുക്കാല്. ഇതെല്ലാം ഈ 3 നക്ഷത്രങ്ങൾ മിഥുനക്കൂറിൽ വരുന്നു. ഈ മിഥുനക്കൂറിൽ വരുന്ന ഈ നക്ഷത്രങ്ങൾക്ക് ഗജകേസരി യോഗം അഥവാ ഗജരാജയോഗം വന്ന് സംഭവിക്കുന്നു. അങ്ങനെ ഗജരാജയോഗം വരുമ്പോൾ, അല്ലെങ്കിൽ ഗജകേസരി യോഗം വരുമ്പോൾ എന്താണ് ഇവർക്ക് ഉണ്ടാവുന്ന ഗുണങ്ങൾ? ഗ്രഹം വക്രത്തിൽ വരുമ്പോൾ ഫലദാനശേഷി കൂടും. അതുകൊണ്ടാണ് ഇപ്പൊ വക്രഗതിയിലേക്കാണ് വന്നിരിക്കുന്നത് വേഴം. അപ്പൊ വേഴം ആരാണ്? ധനകാരകനാണ്. അതുകൂടാതെ സർവേശ്വര കാരകൻ കൂടിയാണ് വേഴം. വേഴം പ്രസാദിച്ചാൽ മറ്റു ഗ്രഹങ്ങളെല്ലാം പ്രസാദിക്കും എന്ന് ചൊല്ലുണ്ട്. അപ്പൊ ഈ വേഴത്തിന്റെ രാശിമാറ്റം പല നക്ഷത്രക്കാരിലും ഗജരാജയോഗം വരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ചന്ദ്രന്റെ നിൽപ്പനുസരിച്ചും വേഴത്തിന്റെ നിൽപ്പനുസരിച്ചും വരുന്ന രാജയോഗമാണിത്. ചന്ദ്രൻ എന്താണ്? മനസ്സാണ്. വികാരങ്ങൾ, സമ്പത്ത്, ഇതെല്ലാം ചന്ദ്രനെ കൊണ്ട് ചിന്തിക്കാവുന്നതാണ്. വേഴത്തിനെ കൊണ്ട് ജ്ഞാനവും സമ്പത്തും ആത്മീയ കാര്യങ്ങളും ചിന്തിക്കാവുന്നതാണ്.
അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ സിംഹത്തിന്റെ കരുത്തും ആനയുടെ ശക്തിയും ഒത്തുചേർന്നാലുണ്ടാവുന്ന ഒരു യോഗം, അതാണ് ഗജകേസരി യോഗം അല്ലെങ്കിൽ ഗജരാജയോഗം എന്ന് പറയുന്നത്. ഇവരെ സംബന്ധിച്ച് അപ്പോൾ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് മകീരം, മര, തിരുവാതിര, പുണർദം, മുക്കാലി ഈ നക്ഷത്രക്കാരെ മിഥുനക്കുറിൽ വരുന്ന ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ധനപരവും സാമ്പത്തികവുമായ വളരെ നേട്ടങ്ങൾ ഇവർക്ക് ഉണ്ടാവുന്നതാണ്. ജ്യോതിഷപരമായി ചിന്തിക്കുമ്പോൾ ഗജകേസരി യോഗം അഥവാ ഗജരാജ യോഗം വളരെ ശുഭകരമായ ഒരു യോഗമായിട്ടാണ് അതിനെ കാണുന്നത്. ഈ യോഗമുള്ളവർക്ക് സാമ്പത്തികപരമായ സ്ഥിതി മെച്ചപ്പെടുന്നു, ധനസമൃദ്ധി കൂടാനും സാധ്യത കൂടുതലാണ്. പ്രശസ്തിയും ബഹുമാനവും സമൂഹത്തിൽ നല്ല സ്ഥാനവും ലഭിക്കാൻ ഇവർക്ക് ഇടയാകും. ഇവർക്ക് നേതൃത്വ പാഠവം, അതായത് വളരെയധികം നല്ല കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും ധൈര്യം, ആത്മവിശ്വാസം, അതേപോലെ തന്നെ മറ്റുള്ളവരെ നയിക്കാനുള്ള കഴിവ്, ഇതെല്ലാം ഇവർക്ക് വർദ്ധിക്കുന്നതാണ്. വിവേകവും അറിവും നല്ല ബുദ്ധിയും ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവും, അതുകൂടാതെ തന്നെ ആഡംബരമായ ജീവിതം നയിക്കാനും ഇവർക്ക് കഴിയുന്നതാണ്. ആഗ്രഹിച്ച തൊഴിലിൽ പ്രവേശിക്കാനും ഉയർന്ന പദവികൾ നേടാനും ഇവർക്ക് ഈ സമയം അവസരം വന്നു ചേരുന്നതാണ്. സന്തോഷകരമായ കുടുംബജീവിതം ഇവർക്ക് ഉണ്ടാവുന്ന സമയമാണ്. ആകാംക്ഷകളില്ലാത്ത സന്തോഷകരമായ വിജയകരമായ ജീവിതം നയിക്കാൻ ഈ യോഗം ഇവരെ സഹായിക്കും. അപ്പൊ ഈ വേഴത്തിന്റെ രാശിമാറ്റം മൂലം ഈ വേഴം വക്രഗതിയിലാവുന്ന ഈ സമയത്താണ് ഇതെല്ലാം വന്ന് സംഭവിക്കുന്നത്. ഈ ഗജം എന്നാൽ എന്താണ്? ഈ ഗജകേസരി യോഗം എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഗജം എന്നാൽ എന്താണ്? ആനയൻ ഇല്ലേ? ഈ ആനിനെ കൊണ്ട് എന്തൊക്കെ ചിന്തിക്കാം? ബുദ്ധി, ജ്ഞാനം, ശക്തി എന്നിവയെ ഗജം ചിന്തിപ്പിക്കും. കേസരി എന്ന് പറയുന്നത് സിംഹമാണ്. ഇത് ധൈര്യം, അധികാരം, പ്രതാപം എന്നിവയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ രണ്ട് ജീവികളുടെയും ശക്തിയും ഗുണങ്ങളും ചേരുന്നതാണ് ഈ ഗജകേസരി യോഗം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇതിന്റെ ചുരുക്കം കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ചന്ദ്രന്റെ നിൽപ്പും വേഴത്തിന്റെ നിൽപ്പും അനുസരിച്ച്, അപ്പൊ ചന്ദ്രകേന്ദ്രത്തിൽ വേഴം വന്നാൽ അതിനെ ഇതിൽ പറയുമ്പോൾ, ജ്യോതിഷത്തിൽ പറയുമ്പോൾ ചന്ദ്രകേന്ദ്രേ ബൃഹസ്പതി എന്നാണ് അതിന്റെ പ്രമാണം. ചന്ദ്രകേന്ദ്രേ ബൃഹസ്പതി. അപ്പൊ ചന്ദ്രന്റെ കേന്ദ്രസ്ഥാനത്ത് വേഴം വരുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് ജീവിത സൗകര്യങ്ങളും ധനപരമായ ഉയർച്ചയും മറ്റു കാര്യങ്ങളും ആഡംബര ജീവിതത്തിനൊക്കെ സാധ്യത വരും. അതാണ് ആ ഗജകേസരി യോഗം അഥവാ ഗജരാജയോഗം എന്ന് പറയുന്നത്. അതിപ്പോ ഈ മകീരം, അര, തിരുവാതിര, പുണർദം, മുക്കാലി, മിഥുനക്കുറിൽ വരുന്ന ഈ നക്ഷത്രങ്ങൾക്കാണ് ഇത് വന്ന് സംഭവിക്കുന്നത്. അങ്ങനെ ചില ഗ്രഹങ്ങൾക്ക് ചില താൽക്കാലികമായി ഉണ്ടാവുന്ന ചില പ്രതിഭാസങ്ങളുണ്ട്. അതിലൊരു പ്രതിഭാസമാണ് ഈ വക്രഗതി എന്ന് പറയുന്നത്. ഇവിടെ വേഴം വക്രഗതിയിലേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾ ഈ വിഷയം നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ച വേഴത്തിന്റെ വക്രഗതി എന്ന വിഷയം ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ എന്റെ വീഡിയോ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഇനി വരുന്ന എന്റെ ജ്യോതിഷ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഇതിലൂടെ കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വ്യാഴത്തിന്റെ വക്രഗതിയിലേക്കുള്ള ഈ ജ്യോതിഷ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു.
നന്ദി, നമസ്കാരം.